ഗുഡ് ഈവനിംഗ് ഡേയ്സ്, ഗുഡ് ഈവനിംഗ് ഇൻവെസ്റ്റേഴ്സ്. സിയാദ് ഇലിക്കൽ. എല്ലാ ദിവസവും വൈകിട്ട് 7 മണിക്കുള്ള മാർക്കറ്റ് ന്യൂസിലേക്ക് കിടക്കാം. നിഫ്റ്റി അങ്ങനെ 25,000 മുകളിൽ ശക്തമായ നിലയിൽ നിലയുറപ്പിച്ചു. 25,200 അടുത്താണ് നിഫ്റ്റിയുടെ ക്ലോസിങ്. അതുപോലെ തന്നെ സെൻസെക്സും പോസിറ്റീവായിട്ട് റിയാക്ട് ചെയ്തു. എല്ലാ ഇൻഡെക്സും പോസിറ്റീവായിട്ട് റിയാക്ട് ചെയ്തു. 4 ദിവസത്തെ കണ്ടിന്യൂസ് ഫോളിന് ശേഷം നിഫ്റ്റി ഇന്ന് പോസിറ്റീവിൽ അങ്ങനെ വന്നു എന്നുള്ളതാണ് ഇന്നത്തെ ന്യൂസ്. പ്രധാനമായിട്ടും ഇന്നലെ നമുക്ക് 2 പോസിറ്റീവ് ഡേറ്റയാണ് ഉണ്ടായിരുന്നത്. ഇന്ന് രാവിലെ പ്രീ മാർക്കറ്റിൽ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. നമ്മുടെ ഹോൾസെയിൽ പ്രൈസ് ഇൻഫ്ലേഷൻ ഡേറ്റയും നമ്മുടെ CPI ഇൻഫ്ലേഷൻ ഡേറ്റയും. CPI ഇൻഫ്ലേഷൻ ഡേറ്റയെല്ലാം തന്നെ 2019 ശേഷമുള്ള ഏറ്റവും കുറവ് ഡേറ്റ. പണപ്പെരുപ്പം കുറയുന്നു എന്നുള്ളത് വിപണിക്ക് ഗുണകരമാണ്. അപ്പോൾ അങ്ങനെ ഒരു ഡേറ്റ വന്നതിൻ്റെ ഒരു പോസിറ്റീവായിട്ടുള്ള റിയാക്ഷൻ ഇന്ത്യൻ മാർക്കറ്റിൽ കണ്ടു. ഇതേ ഡേറ്റ ഇന്ന് US നിന്ന് വരുന്നുണ്ട്. അതാണ് വലിയ തോതിൽ നമുക്ക് ഇമ്പാക്റ്റ് ആവുന്നത്. അതിൻ്റെ ഇമ്പാക്റ്റ് നാളെ നമുക്ക് അറിയാൻ സാധിക്കും. അപ്പോൾ ഇന്നാണ് അത് വരുന്നത്. ഇന്ന് രാത്രി ആണ് വരുന്നത്, അതായത് US സമയം രാവിലെ. ഇന്ന് സൺഫാർമയെല്ലാം തന്നെ പോസിറ്റീവായിട്ട് റിയാക്ട് ചെയ്ത് അവരുടെ പുതിയ മെഡിസിന് US ഡ്രഗ് കൺട്രോൾ അതോറിറ്റി അംഗീകാരം കൊടുത്തു. ഹീറോ മോട്ടോകോർപ്പ് ഇന്ന് 5% ഒരു റാലി രേഖപ്പെടുത്തി. അവർ ഇൻ്റർനാഷണൽ ബിസിനസ്സുകളെല്ലാം തന്നെ എക്സ്പാൻഡ് ചെയ്യുകയാണ്. കൂടാതെ തന്നെ 125cc സെഗ്മെൻറ്റിൽ അവർ കൂടുതൽ വാഹനങ്ങൾ കൊണ്ടുവരും എന്നുള്ളതാണ് ഹീറോ മോട്ടോകോർപ്പ് പോസിറ്റീവായിട്ട് റിയാക്ട് ചെയ്യാനായിട്ട് കാരണമായത്. US നോക്കുകയാണെങ്കിൽ ഇൻഫ്ലേഷൻ ഡേറ്റ മാറ്റി നിർത്തി കഴിഞ്ഞാൽ കൂടിയും അവിടെ ക്വാർട്ടർ റിസൾട്ടുകൾ വരാണ്. അതും വലിയ വലിയ ബാങ്കിങ് കമ്പനീസ്, JP മോർഗൻ, മോർഗൻ സ്റ്റാൻലി തുടങ്ങിയ വലിയ കമ്പനീസിൻ്റെയും എല്ലാം തന്നെ റിസൾട്ട് വരികയാണ്. അപ്പോൾ അതിൻ്റെയും ഇമ്പാക്റ്റുകൾ നമുക്ക് US മാർക്കറ്റിൽ റിഫ്ലക്റ്റ് ചെയ്യാം. US മാർക്കറ്റ് നമുക്കൊന്ന് കണ്ടുവരാം. അതിനു മുമ്പ് ഇന്നത്തെ ടോപ്പ് ഗെയിനർ ലൂസറിനെ കാണാം. ടോപ്പ് ഗെയിനർ ലൂസർ ഇന്നുള്ളത് ഹീറോ മോട്ടോകോർപ്പ് നമ്മൾ ഡിസ്കസ് ചെയ്തു. ബജാജ് ഓട്ടോ, സൺഫാർമ, ശ്രീരാം ഫിനാൻസ്, അപ്പോളോ ഹോസ്പിറ്റലാണ് 1.95% മുതൽ 4.76% വരെയുള്ള റാലി രേഖപ്പെടുത്തി. ടോപ്പ് ലൂസേഴ്സ് ആയിട്ടുള്ളത് IT കമ്പനി ആയിട്ടുള്ള HCL ടെക് ആണ്. 3.28% ഫോള്. SBI ലൈഫ്, സൊമാറ്റോ ഇന്നലെ ശക്തമായ രീതിയിൽ റാലി ഉണ്ടായിരുന്നു. ഇന്ന് 1.37% ഫോള്. HDFC ലൈഫും ടാറ്റ സ്റ്റീലും തുടങ്ങിയ സ്റ്റോക്കുകൾ സ്ലൈറ്റ്ലി പ്രോഫിറ്റ് ബുക്കിംഗ് കണ്ടു. ഓവറോൾ എല്ലാ സെക്ടറും ഇന്ന് പോസിറ്റീവാണ് ഉണ്ടായിരുന്നത്. നേരെ നമുക്ക് ഗ്ലോബൽ മാർക്കറ്റ് കണ്ടുവരുമ്പോൾ ഏറ്റവും താഴെ കാണുന്ന 3 യൂറോപ്യൻ മാർക്കറ്റാണ്. FTSE UK, CAC 40 ഫ്രാൻസ്, ഡാക്സ് ജർമ്മൻ. അപ്പോൾ യൂറോപ്യൻ യൂണിയനെതിരെ ട്രംപ് 30% ഒരു താരിഫ് ഹൈക്ക് കാരണം യൂറോപ്യൻ മാർക്കറ്റിൽ ഒരു മന്ദത അനുഭവിക്കുന്നുണ്ട്. ഇന്ത്യ വിക്സ് കാണാം, ഏകദേശം ഒരു 4.49% ഒരു ഫോൾ ഉണ്ടായി. 11.44 വിക്സ് കൂൾ ഡൗൺ ആയത് കാണാൻ സാധിക്കും. ഡോ ഫ്യൂച്ചർ ഫ്ലാറ്റ് ആണ്. ജപ്പാൻ മാർക്കറ്റ് 200 പോയിന്റ് അപ്സൈഡ്. കൊറിയ, ചൈന, ഓസ്ട്രേലിയ എല്ലാം തന്നെ പോസിറ്റീവാണ്. ഗോൾഡ് കാണാൻ ഏറ്റവും ടോപ്പ് ചെയ്ത് മൂന്നാമത് $13 പെർ ഔൺസിന് ഉയർന്ന് $3,357 പെർ ഔൺസിന് ഗോൾഡ് ഉള്ളത്. ബ്രന്റ് ഓയിൽ 69. കൂടാതെ തന്നെ ബിറ്റ്കോയിനും നമുക്കുള്ളത് ഇപ്പോൾ 4,774 പോയിന്റിൻ്റെ ഒരു ചെറിയൊരു പ്രോഫിറ്റ് ബുക്കിംഗ് കണ്ടു. ചെറിയ പ്രോഫിറ്റ് ബുക്കിംഗ് എന്ന് പറയാൻ കാരണം ഓൾറെഡി ബിറ്റ്കോയിൻ തന്നെ അതിശക്തമായ രീതിയിൽ ബഹുദൂരം മുന്നോട്ട് പോയിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായ രീതിയിൽ ബിറ്റ്കോയിനിൽ ഹയർ ലെവലിൽ പ്രോഫിറ്റ് ബുക്ക് ചെയ്യുന്ന ആളുകളെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷൻ, കമ്മോഡിറ്റി, സ്വിങ് ഇവ ലോകത്തിൻ്റെ ഏത് കോണിൽ ഇത് വേണമെങ്കിലും നിങ്ങൾക്ക് ഒരു സ്റ്റോപ്പ് ലോസിൻ്റെ ചിലവിൽ പഠിക്കാൻ സാധിക്കും. ഫസ്റ്റ് കമൻറ്റിൽ ഞാൻ നമ്പർ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് ഒരുമിച്ച് സ്റ്റോക്ക് മാർക്കറ്റ് പഠിക്കാം. കോൺടാക്ട് ചെയ്യാം. സ്റ്റോക്കുകളുടെ വാർത്തയിൽ ആദ്യമുള്ളത് HDFC ലൈഫാണ്. HDFC ലൈഫ് നെറ്റ് പ്രോഫിറ്റ് 14% ഉയർന്നു. നെറ്റ് ഇൻകം സ്ട്രീറ്റ് എസ്റ്റിമേഷന് ഉയരത്തിലാണ് ഇപ്പോൾ കമ്പനി കരസ്ഥമാക്കിയത്. സ്വരാജ് എഞ്ചിൻ കമ്പനി നെറ്റ് പ്രോഫിറ്റ് 15.7% ഇയർ ഓൺ ഇയർ ഉയർന്ന് 50 കോടി രൂപ കരസ്ഥമാക്കി. ദീപക് ഫെർട്ടിലൈസർ കമ്പനി ഇവർ 1,200 കോടി രൂപ പെട്രോനെറ്റ് LNG ആയിട്ട് കൊളാബ് ചെയ്തിട്ട് പുതിയ പ്രൊജക്റ്റ് ചെയ്യാനായിട്ട് ധാരണയായി. ICC പ്രൊഡൻഷ്യൽ കമ്പനി നെറ്റ് പ്രോഫിറ്റ് 34% ഒരു ഉയർച്ച കൈവരിച്ചു. റാലീസ് ഇന്ത്യ കമ്പനി ഇവർ റവന്യൂ ഗ്രോത്ത് ഫോർകാസ്റ്റ് ഈ ഒരു ഫിനാൻഷ്യൽ ഇയറിൽ അവർ അപ്ഗ്രേഡ് ചെയ്തു എന്നുള്ള ന്യൂസ്. ജിയോജിത്ത് ഫിനാൻസ് കമ്പനി 44 കോടി രൂപയായിരുന്നു. കഴിഞ്ഞ തവണത്തെ പ്രോഫിറ്റ് ഇത്തവണ 27 കോടി രൂപയാണ്. ബ്രിഗേഡ് എൻ്റർപ്രൈസസ് കമ്പനി 50,000 സ്ക്വയർ ഫീറ്റിൻ്റെ പുതിയ വർക്ക് സ്പേസ് ഇവർ ആക്കിയിട്ടുണ്ട്. സ്പന്ദന സ്ഫൂർത്തി കമ്പനി 400 കോടിയുടെ റൈറ്റ് ഇഷ്യൂ കമ്പനി ചെയ്തു. റൈറ്റ് ഇഷ്യൂ എന്ന് വെച്ചാൽ നിലവിലുള്ള സ്റ്റോക്ക് ഹോൾഡിംഗ് ആളുകൾക്ക് കുറഞ്ഞ വിലയിൽ സ്റ്റോക്ക് ലഭ്യമാകുന്നതാണ്. കുപ്പിട്ട് കമ്പനി ഇവർ FIA ഹെൽത്തായിട്ട് കൊളാബ് ചെയ്തിട്ട് പുതിയ ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാനുകളെല്ലാം തന്നെ ചെയ്യുന്നുണ്ട്. രാജ്യത്തിലെ ക്വാണ്ടം നിർമ്മാതാക്കളാണ് കുപ്പിട്. സൈഡസ് ലൈഫ് കമ്പനി പുതിയ മെഡിസിന് US ഡ്രഗ് കൺട്രോൾ അതോറിറ്റിയുടെ അംഗീകാരം ലഭിച്ചു. ഹാത്വേ കേബിൾ 18 കോടി രൂപയിൽ നിന്ന് 31 കോടി രൂപയിലേക്ക് പ്രോഫിറ്റ് ഉയർത്തി. ഡിക്സൺ ടെക് ഇവർ ക്യാമറ ഫിംഗർ പ്രിൻറ്റ് ബിസിനസ് കൊളാബ് ചെയ്യാനായിട്ട് എൻഹാൻസ് ചെയ്യാനായിട്ട്
ക്യൂടെക് എന്ന് പറഞ്ഞ കമ്പനിയിലെ 51% സ്റ്റേക്ക് അക്യൂർ ചെയ്തു. ഓറിയന്റ് ബെൽ കമ്പനി പുതിയ ടൈലെല്ലാം തന്നെ ഒട്ടിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള അഡ്ഹസീവ് പ്രൊഡക്റ്റ് കമ്പനി പുറത്തിറക്കി. കോഫി ഡേ ഇന്ന് ഏകദേശം ഒരു 9% റാലി ഉണ്ടായിരുന്നു. ഇൻവെസ്റ്റർ ഡോളി ഖന്ന ഈ ഒരു കോഫി ഡേയുടെ 1.5% സ്റ്റേക്ക് അക്യൂർ ചെയ്തു. ഐറിസ് ക്ലോത്തിങ് കമ്പനി കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള പുതിയ കിഡ്സ് ക്ലോത്തിങ് ഇവർ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടെന്നുള്ള ന്യൂസ്. ഹിമാദ്രി സ്പെഷ്യാലിറ്റി കമ്പനി 123 കോടി രൂപയിൽ നിന്ന് 180 കോടി രൂപയിലേക്ക് പ്രോഫിറ്റ് ഉയർത്തി. ലാൻഡ്മാർക്ക് കാർ കമ്പനി ഇവർ മഹേന്ദ്രയായിട്ട് കൊളാബ് ചെയ്തിട്ട് കൊൽക്കത്തയിൽ പുതിയ സെയിൽസ് ഷോറൂമുകളെല്ലാം തന്നെ ഓപ്പൺ ചെയ്യാൻ ധാരണയായി. സൈറമ STS കമ്പനി ഇവർ കൊറിയൻ ബേസ്ഡ് ആയിട്ടുള്ളൊരു ഇലക്ട്രോണിക് കമ്പനിയായിട്ട് പുതിയ ബിസിനസ് കോൺട്രാക്ട് സൈൻ ചെയ്തു. യെസ് ബാങ്ക് $1 ബില്യൺ ഇൻവെസ്റ്റ്മെൻറ്റ് നിക്ഷേപം SMFG എന്ന് പറഞ്ഞ കമ്പനി നടത്തുമെന്നുള്ള ഒരു ന്യൂസ് ഉണ്ട്. ജപ്പാൻ കേന്ദ്രമായിട്ടുള്ള സുമിറ്റോ മിറ്റ്സുബിഷി ഫിനാൻഷ്യൽ ഗ്രൂപ്പാണ് SMFG. ബാങ്ക് ഓഫ് മഹാരാഷ്ട്ര 1293 കോടി രൂപയിൽ നിന്ന് 1600 കോടി രൂപയിലേക്ക് പ്രോഫിറ്റ് ഉയർത്തി. ഇൻഡിഗോ കമ്പനി അവർ ജെറ്റ് സ്റ്റാറായിട്ട് കോഡ് ഷെയർ ചെയ്യാനായിട്ട് ധാരണയായിട്ടുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ ഉള്ള നമ്മുടെ ന്യൂസുകൾ. എല്ലാ ദിവസവും രാവിലെ നമ്മൾ പ്രീ മാർക്കറ്റ് സെക്ഷൻ ഉണ്ട്, രാവിലെയുള്ള ന്യൂസുകൾ നമ്മൾ ചെക്ക് ചെയ്യുന്നുണ്ട്. കൂടാതെ തന്നെ കമ്പനിയുടെ ഡിവിഡൻഡ് ഡീറ്റെയിൽസ്, റിസൾട്ട് കലണ്ടർ എല്ലാം നമ്മുടെ ട്രേഡ് ബഡ്ജറ്റ് ടാബിൽ ലഭ്യമാണ്. അബ്സല്യൂട്ട്ലി ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് അത് ആക്സസ് ചെയ്യാം. ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ അതും ഉണ്ട്. അപ്പോൾ എല്ലാവർക്കും ശുഭരാത്രി നേരുന്നു. താങ്ക് യു ഓൾ.